إلى طعام واحد فأرسلنا إليهم اثنين فيكونون ثلاثة ورابعهم كلبهم فيكونون ثلاثة فخذ أربعة من الطير ويكونون خمسة الله الذي خلق السماوات والأرض وما بينهما في 6 أيام الذي خلق 7 سماوات طباقا 8 أزواج وكان في المدينة 9 رهط تلك 10 كاملة إني رأيت 11 كوكبا إن عدة الشهور عند الله 12 شهرا في كتاب الله. ഇനി പറയും ആരാണെന്ന് സംഖ്യ പഠിപ്പിച്ചത്? ഞാനിപ്പോ ഇത് 12 ആയത്താണ്, ഒരായത്തല്ല 12 ആയത്ത്. ഒന്ന്, ഇനി നിങ്ങൾ എണ്ണീൻ, എന്റെ കൂടെ ഒന്ന് വരീൻ. ഫദുഇലാ തആമിൻ വാഹിദ്. വാഹിദ് അറിയാൻ പറയാത്ത ഒരു ഉംറ വിസക്കാരനാരില്ല. വാഹിദ് ഒന്ന് കൂടെ, എന്റെ കൂടെ. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്, വെറുതെ വാത് കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. 4ാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ. പോകുമ്പോൾ ഖുർആന്റെ സ്നേഹിതന്മാരാകണം. ഫദുഇലാ തആമിൻ വാഹിദ്. ഒന്ന് അല്ലേ? ഫഅർസൽനാ ഇലൈഹിം മുസ്ലിമീൻ സയകൂനൂന സലാസ. സൂറത്തുൽ കഹ്ഫ്. فخذ 4 من الطير 4. സൂറത്ത് ആല ഇമ്രാൻ. فيكونون 5. സൂറത്തുൽ കഹ്ഫ് 5. 5. ഒന്ന് സൈരിക്കും മച്ചന്മാരെ ഉറങ്ങാതെ. 5 അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം. 6 الذي خلق 7 سماوات طباقا الذي خلق 7. سورة النبأ 8 أزواج 8. 8 سورة الأنعام وكان في المدينة 9. 9 سورة القصص تلك 10 كاملة تلك 10. 10 سورة البقرة إني رأيت 11. سورة يوسف إن عدة الشهور عند الله 12. سورة التوبة. ഖുർആനാണിത്. ഖുർആനിന്റെ മാസ്മരികതയാണിത്. ഖുർആൻ 1 മുതൽ 12 വരെ കൃത്യമായി എണ്ണസംഖ്യ പഠിപ്പിച്ചതെന്ന്, അക്ഷരത്തിന്റെ കവാടം തുറന്നതെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആന്റെ ഗണിതശാസ്ത്രമാണ്. ഈ ഖുർആന്റെ ഗണിതശാസ്ത്രം ലോകത്തിന് അത്ഭുതമാണ്. ഖുർആന്റെ ഗണിതശാസ്ത്രം നമുക്കൊരു ദിവസം വാഴ് പറയാൻ പറ്റും. ഖുർആന്റെ ഗണിതശാസ്ത്രം ഒരു 3 മണിക്കൂർ വേണം. ഖുർആന്റെ ഗണിതശാസ്ത്രം. പക്ഷെ പറഞ്ഞാൽ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് പിടിക്കൂല. പെണ്ണുങ്ങൾക്ക് ഈ കബറും കഫന്നുണിയും തന്നെ കേൾക്കണം. അവർക്ക് മാങ്ങാന്ന് തന്നെ ഇഷ്ടപ്പെടില്ല, മാങ്ങാന്ന് തന്നെ കേൾക്കണം. അതാണ് പ്രശ്നം. ഖുർആന്റെ ഗണിതശാസ്ത്രം, മാത്തമാറ്റിക്സ്. നമ്മളെപ്പോഴും ഓതുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ. ഫോർ എക്സാമ്പിൾ, നമ്മളെപ്പോഴും വെള്ളിയാഴ്ച ഓതുന്ന ഒരു സൂറത്താണ്. നിങ്ങൾ ജുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോഴല്ലേ ഗവണ്. വെള്ളിയാഴ്ചയാണ് ആകെ ഒരു ലീവ് കിട്ടുക. ജുമയ്ക്ക് ബാങ്ക് കേൾക്കുമ്പോഴാണ് നമ്മൾ അന്നത്തെ സുബഹിയായി എന്നറിയുക. വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് ഓതുന്ന സുന്നത്തായ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. 7 യുവാക്കൾ ഗുഹയിൽ കിടന്നുറങ്ങിയ കഥയാണിത്. ആ യുവാക്കൾ ഗുഹയിൽ കിടന്നുറങ്ങിയത് എത്ര വർഷമാണ്? പറ. 300. നിങ്ങളുടെ ശമ്പളമല്ല ചോദിച്ചത്. 300. ولبثوا في كهفهم 300 سنين وازدادوا 9. ولبثوا في كهفهم ആ ഗുഹയിൽ അവരെ കിടന്നുറങ്ങിയത് 300 سنين. 300
300 വർഷം. നിങ്ങൾ അതിന്റെ കൂടെ 9 കൂടി കൂട്ടിക്കൊള്ളുക. ശ്രദ്ധിച്ച് കേൾക്കണേ പ്രവാസികളായ ചെറുപ്പക്കാരെ, അള്ളാന്റെ ഖുർആനിനെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കാണ്. ഹൈന്ദവ സുഹൃത്തുക്കളോടും ക്രൈസ്തവ സഹോദരങ്ങളോടും ഞങ്ങൾ പാരായണം ചെയ്യുന്ന ഖുർആനിന്റെ സൗന്ദര്യം ഇതാണെന്ന് പ്രബോധനത്തിന്റെ മാതൃകയിൽ പകർന്നു കൊടുക്കാൻ ഒരു ഗവേഷണത്തിന്റെ ജാലക വിരി ഞാൻ നിങ്ങൾക്ക് തുറന്നു തരികയാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം പറഞ്ഞപ്പോ 300 വർഷമാണ് അവരെ കിടന്നത്. അതിന്റെ കൂടെ നിങ്ങൾ 9 കൂടി കൂട്ടിക്കൊള്ളണേ. യഥാർത്ഥത്തിൽ ഖുർആനിന്റെ സാഹിത്യമനുസരിച്ച് അങ്ങനെ പറയാൻ പാടില്ല. വസ്ദാദു എന്ന് പറയുന്ന വാക്ക് തന്നെ അധികമാണ്. 309 എന്ന് പറഞ്ഞാൽ 350 വർഷമായി. ഖുർആൻ എന്ന് പറഞ്ഞാൽ വേണ്ടാത്തൊരു വാക്ക് പോലും പറയില്ല. അതാണ് സാഹിത്യം. 350 വർഷം അവർ ഉറങ്ങി എന്ന് പറയാൻ യഥാർത്ഥത്തിൽ പറയേണ്ടത് 309 വർഷം അവർ ഉറങ്ങിയെന്നാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞത് എങ്ങനെയാ? 300 വർഷവും അതിന്റെ കൂടെ നിങ്ങൾ 9 കൂടി കൂട്ടിക്കൊള്ളുക. യഥാർത്ഥത്തിൽ വസ്ദാദു അവിടെ പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാത് പറഞ്ഞത്? ആ ഒരു പ്രയോഗം എന്തിനായിരുന്നു? അതറിയണമെങ്കിൽ അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങിയത് 309 വർഷം. 350 വർഷം അവർ ഉറങ്ങിയെന്ന് പറയാനാണ് അല്ലാഹു വസ്ദാദു തിസ്ആ എന്ന് പറഞ്ഞത്. സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറയുന്ന ആയത്ത് തുടങ്ങുന്നത് അം ഹസിബ്ത അന്ന അസ്ഹാബുൽ കഹ്ഫി വറഖീൻ. സൂറത്തുൽ കഹ്ഫിലെ 6ാമത്തെ ആയത്ത് മുതലാണ്. ഗുഹാവാസികളുടെ കഥ നിങ്ങൾക്കറിയുമോ എന്നവരുടെ കഥ പറയുന്നത് മുതൽ ഈ വസ്ദാദു തിസ്ആ എന്ന് പറയുന്നത് വരെയുള്ള വാക്കുകൾ എണ്ണിയാൽ 309 വാക്കുകളാണ് കൃത്യം. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ വെറുതെ സംഭവിച്ചതാ? അവരുടെ കഥ പറയുന്ന അതുമുതൽ 350 വർഷം വരെ അവർ ഉറങ്ങിയെന്ന് പറയുന്നവിടം വരെ വാക്കുകൾ എണ്ണി നോക്കിയാൽ 309 വാക്കുകളാണ് അള്ളാഹു പറയുന്നത്. അവിടെ വസ്ദാദു എന്ന് പറഞ്ഞില്ലെങ്കിൽ 308 വാക്കേയാവൂ. 309 തികക്കാൻ വേണ്ടി സാഹിത്യത്തിന്റെ അങ്ങേറ്റത്തേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു പറഞ്ഞതാണ് വസ്ദാദു തിസ്ആ. 9 കൂടി നിങ്ങൾ കൂട്ടിക്കൊള്ളണേ. ഇത്ര കൃത്യമായി ജാമിതീയ കണക്കുകളെ ഈ ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തിയ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഈ വേദഗ്രന്ഥമാണ് നിന്റെ കയ്യിലുള്ളത്. ആ വേദഗ്രന്ഥത്തെ അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും അറിഞ്ഞിട്ട് എത്ര പ്രാവശ്യമാണ് നിങ്ങൾ പാരായണം ചെയ്തിട്ടുള്ളത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഖുർആനിലെ കാടത്തിലേക്കുള്ള ഒരു അറിവിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകണം.